ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ലിപ്സ്റ്റിക് റിവ്യൂ ആയിട്ടാണ്. ഇപ്പോൾ എല്ലാവരും ഫേമസ് ആയി റിവ്യൂ ചെയ്യുന്ന മെബിലിൻ ന്യൂയോർക്കിന്റെ സൂപ്പർ സ്റ്റേ വിനൈൽ ഇങ്ക് റേഞ്ച് പ്രൊഡക്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് രണ്ട് ഷെയ്ഡാണ്. അവരുടെ ഇറസിസ്റ്റബിൾ 62ഉം ലിപ്പി 10ഉം. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ഷെയ്ഡ് റേഞ്ചസ് ഉണ്ട്, പക്ഷെ എല്ലാം ഫെയർ സ്കിൻ ടോണിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണിന് ഷെയ്ഡ് കുറവാണ്. ഞാനിത് ഒരുപാട് തപ്പി പിന്നെ കണ്ണും പൊട്ടി വാങ്ങിച്ചതാണ് രണ്ടെണ്ണം. അപ്പോൾ എനിക്ക് ഇതിൽ ഇറസിസ്റ്റബിൾ നല്ല രീതിയിൽ സൂട്ട് ആവുന്നുണ്ട്. ലിപ്പിയും കുഴപ്പമില്ല, ഒരു ലിപ് ലൈനർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷെ ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ ടോണിന് എത്രത്തോളം ഇത് സ്യൂട്ടബിൾ ആണെന്ന് എനിക്കറിയില്ല. ഈ രണ്ട് ഷെയ്ഡോ ഏകദേശം ഇവരുടെ കയ്യിലുള്ളൂ, ബാക്കിയെല്ലാം ഫെയർ സ്കിൻ ടോണിനുള്ളതാ. പിന്നെ ലിപ് ലൈനർ ഒക്കെ ഉപയോഗിച്ച് യൂസ് ചെയ്ത ഉപയോഗിക്കായിരിക്കും. ഇതാണ് ലിപ്സ്റ്റിക്ക്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ല ലിപ്സ്റ്റിക്കാ. പിന്നെ ഷെയ്ഡ്സ് മാത്രമാണ് ഇവർക്ക് കുറവ്. ലിപ്സ്റ്റിക്ക് നല്ലതാ, നല്ല സൂപ്പർ സ്റ്റേയാ. ഒരു 12 മണിക്കൂറൊക്കെ ഇതിട്ട് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. അത് ഫുഡ് കഴിച്ചാലോ എന്ത് കാണിച്ചാലും ഇത് പോവുകയില്ല. ഞാനൊരു ഇത് കഴിഞ്ഞ് 12 മണിക്കൂറിന് ശേഷം വൈബ്സ് ഒക്കെ ഇട്ട് പിടിച്ചിട്ട് പോലും അതവിടെ പറ്റി പിടിച്ചിരിക്കുക. റിമൂവ് ചെയ്യാൻ തന്നെ നല്ല പാടുണ്ട്. അതുപോലെ നല്ല സ്റ്റേ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാ. പിന്നെ ഇത് ഇട്ട ഉടനെ നല്ലൊരു ഗ്ലോ ആ ചുണ്ടിന്. നമ്മൾ ലിപ് ഗ്ലോസ് ഒക്കെ ഇടുന്ന പോലെ നല്ലൊരു ഗ്ലോ ഉണ്ട് ചുണ്ടിന്. പിന്നെ അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ ഇത് കുറെ നേരം പിടിക്കും ഇത് മാറ്റാവണമെങ്കിൽ. ഇട്ട ഉടനെ അവിടെ ഇവിടെയും നമ്മുടെ പല്ലിലും അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ച് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇത് മാറ്റാൻ കുറെ നേരം പിടിക്കും. ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് ഇതൊന്ന് മാറ്റാവുന്നത്. മാറ്റായാലും ചെറിയ രീതിയിൽ ഗ്ലോ ആയിട്ട് തന്നെ ഇതിരിക്കും. ഫുൾ മാറ്റായിട്ട് അങ്ങനെ ഇരിക്കത്തില്ല, ചെറിയ രീതിയിൽ ഗ്ലോ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിരിക്കും. പിന്നെ ഇതിന്റെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ നമ്മുടെ പല്ലിലും അവിടെ ഇവിടെയൊക്കെ പിടിക്കും, അതാണ് പ്രശ്നം. പിന്നെ ഒരു ഒട്ടല് പോലെയും സ്റ്റിക്നെസ് ആദ്യം ഇട്ട് ഒരു മണിക്കൂറത്തേക്ക് ഒരു സ്റ്റിക്നെസ് ഫീൽ ചെയ്യും. എപ്പോഴെങ്കിലും ചുണ്ടൊട്ടി പിടിക്കുന്ന പോലെയോ തൊടുമ്പോഴൊക്കെ അത് കയ്യിലൊക്കെ വരും. പക്ഷെ എന്നാലും ചുണ്ടിലുള്ളത് പോകുമല്ലോ, അതവിടെ തന്നെ കാണും. അതാണ്. പിന്നെ ഷെയ്ഡ് റേഞ്ച് ഇവർക്ക് കുറവാണ്, അതേ ഉള്ളൂ ഇതിന്റെ ഇത്. പക്ഷെ ഞാൻ കാണിക്കാം, ഞാൻ വാങ്ങിയ രണ്ട് ഷെയ്ഡ് കാണിക്കാം. ഇത് ഡസ്കി സ്കിന്നിന് ഈ രണ്ട് ഷെയ്ഡും സ്യൂട്ട് ആവുന്നുണ്ട്. ഇത് വന്ന് ലിപ്പിയാണേ. ഇത് ആദ്യം ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്യണം. എന്നിട്ട് ഇത് നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ ഇത് വർക്കാവുക, ഇങ്ങനെ വർക്കാവും. ഡസ്കി ആയിട്ടുള്ളവർക്ക് ഇങ്ങനെയാണ് വർക്കാവുക. കണ്ടോ ഇതിന്റെ കൺസിസ്റ്റൻസി? നല്ലൊരു ഗ്ലോസി ആയിട്ടിരിക്കുന്നില്ലേ? എൻ്റെ ഇച്ചിരി ഡാർക്ക് ലിപ്പാ, അപ്പൊ എനിക്കിത് 2 പ്രാവശ്യമൊക്കെ സ്വൈപ്പ് ചെയ്യണം. നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു പ്രാവശ്യം വരച്ചാൽ മതി. പിന്നെ അടുത്തത് ഇറസിസ്റ്റബിളാ. ഈ ലിപ്പിയിലും എനിക്ക് ഒന്നുകൂടെ സ്യൂട്ട് ആവുന്ന ഇറസിസ്റ്റബിളാ. ഇത് നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഈ ലിപ്സ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട്. വെളുത്തവർക്ക് ഇതിങ്ങനെ ഏകദേശം ഒരു ഷെയ്ഡാ. ഇത് കണ്ടോ, ഇത് ഇങ്ങനെയാ കേട്ടോ. ഇത് ആദ്യം ഒന്ന് വരയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ശരിക്കും വരയില്ല. ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. വെളുത്തവർക്ക് ഇങ്ങനെ ഇരിക്കും, ഡാർക്ക് ആയിട്ടുള്ളവർക്ക്, ഡസ്കി ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ ഷെയ്ഡ് ഇരിക്കുക. ഇതാണ് ഷെയ്ഡ്, ഇത് ആദ്യം കാണുന്നത് കണ്ടോ. വലിയ രീതി വാഷ് ഔട്ട് ആകാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത്. അത് ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, കുഴപ്പമില്ല. എന്നാലും ലിപ് ലൈനർ ഇട്ടാൽ നല്ല രീതിയിൽ സ്യൂട്ടാവും. അതാണ് അപ്പൊ ഈ റേഞ്ചിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നല്ല ലിപ്സ്റ്റിക്കാ. ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഷെയ്ഡ് റേഞ്ച് കുറവാണ്. പിന്നെ ഇട്ട് കുറെ നേരം ഒരു സ്റ്റിക്നെസ് ഫീൽ ചെയ്യും, അവിടെ ഇവിടെ പറ്റാൻ ചാൻസ് ഉണ്ട്, അതേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോയാൽ നമുക്ക് വീണ്ടും റീഅപ്ലൈ ചെയ്യാതെ നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്കിത് ഇഷ്ടമായി. ഇത് രണ്ടും ഞാൻ യൂസ് ആക്കാറുണ്ട്. ഫംഗ്ഷൻസിന് ഇപ്പം ഞാൻ ഇത് മാത്രമാണ് യൂസ് ആക്കാറ്.
അപ്പോൾ ഇതൊക്കെയാണ് മെബ്ലിൻ ന്യൂയോർക്ക് സൂപ്പർ സ്റ്റേ വിനീലിംഗ് റേഞ്ചിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഡസ്കി ആയിട്ടുള്ള ആരെങ്കിലും ഈ ലിപ്സ്റ്റിക്ക് നോക്കുന്നുണ്ട് വാങ്ങാനെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇറസിസ്റ്റബിൾ നല്ല രീതിയിൽ സ്യൂട്ടാവും, ലിപ്പിയും സ്യൂട്ടാവും, കുഴപ്പമില്ല. ഈ രണ്ടെണ്ണം വാങ്ങാവുന്നതാണ്. അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് യൂസ്ഫുൾ ആയെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.